വിജയ്ക്ക് പിന്നാലെ ധനുഷും രാഷ്ട്രീയത്തിലേക്കെന്ന് സൂചന. ആൾക്കൂട്ടം മാത്രമാകാതെ ക്ഷേമപ്രവർത്തനങ്ങളിൽ സജീവമാകാൻ ആരാധകർക്ക് നിർദ്ദേശം. ചുറ്റുമുള്ള കുടുംബങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായിക്കണമെന്നും നിർദ്ദേശം. രക്തദാന ക്യാമ്പിലെ ധനുഷിന്റെ പ്രസംഗമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. அந்த யூனிட்டிக்கு ஒரு பவர் இருக்கு. அந்த பவரை நீங்க பாசிட்டிவான வழியில கொண்டு போகணும். அந்த பவருக்கு நீங்க ஒரு பர்பஸ் கொடுக்கணும். சும்மா சந்திச்சோம், போட்டோ எடுத்தோம், ஆடியோ லான்ச்ல பார்த்தோம், இந்த மாதிரி பிறந்த நாள் அன்னைக்கு பார்த்தோன்னு அப்படியே விட்டுறாம நீங்க எல்லாரும் சேர்ந்து இன்னும் நிறைய நலத்திட்டங்களை செய்யணும். உங்க ஏரியால, உங்க தெருல, உங்க பக்கத்து வீட்டுல, எதிர் வீட்டுல யாருக்கு என்ன தேவைங்கிறத புரிஞ்சு நீங்க எல்லாரும் சேர்ந்து கை கோர்த்தீங்கன்னா உங்களால முடியும். உங்களால முடிஞ்ச நல்லதை நீங்க கண்டிப்பா பண்ணணும். நான் உங்களை நினைச்சு இன்னும் ரொம்ப பெருமைப்படணும். நீங்க செய்வீங்க, நான் நம்புறேன். അതിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ തമിഴിലെ സൂപ്പർ സ്റ്റാറുകൾക്ക് രാഷ്ട്രീയ മോഹം അത്ര വിരളമായ ഒന്നല്ല. പട്ടികയിലേക്ക് ധനുഷ് കൂടി വരികയാണോ? നമ്മൾ ഈ വാചകങ്ങൾ കേട്ടപ്പോൾ, പ്രസംഗം കേട്ടപ്പോൾ അങ്ങനെയുള്ള ചില സൂചനകൾ തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരികയാണ്. ആരാധകർ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിലാണ് ധനുഷിന്റെ ഈ പ്രസംഗം. സിനിമാ ആഘോഷങ്ങൾക്കപ്പുറം ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ പ്രവർത്തകർക്ക് ആഹ്വാനം നൽകുകയാണ് ധനുഷ്. പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയാണ്: ഒരിടത്ത് നിരവധി പേർ ഒത്തുചേർന്നിരിക്കുന്നു. ജന്തർ മന്ദിറിലെ സമരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരമൊരു ഐക്യത്തിന് വലിയ ശക്തിയുണ്ട്. ഒരു ലക്ഷ്യത്തിനായി നമുക്ക് ഈ ശക്തിയെ ഉപയോഗിക്കണം. ഓഡിയോ ലോഞ്ചിനും മീറ്റപ്പിനും അപ്പുറം ക്ഷേമ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങളുടെ പ്രദേശത്തെ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് സാധിച്ചു കൊടുക്കുന്ന രീതിയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് നിർദ്ദേശമായി, ആഹ്വാനമായി പ്രവർത്തകർക്ക്, ആരാധകർക്ക് നൽകുന്നത്. ഇതിൽ ഏറ്റവും സമാനതകളുള്ളത് വിജയും ഇതിനു മുൻപ് വിജയ് വെട്രിക്കഴകം രൂപീകരിക്കുന്നതിന് മുമ്പ്, TVKക്ക് മുമ്പ് സമാനമായ ആരാധകരുടെ ഒരു കൂട്ടമാണ് രൂപീകരിച്ചിരുന്നത്. വിജയ് മക്കൾ ഇയക്കം എന്ന പേരിലായിരുന്നു ആരാധകരുടെ സംഘടന ഉണ്ടാക്കുകയും സമൂഹ പ്രവർത്തനങ്ങളിൽ അവരെ ശക്തമായി ഇടപെടിക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഇതാ സമാനമായി തന്നെ ഒരു ആഹ്വാനം ധനുഷിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. ധനുഷ് പിന്നാലെ രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. വന്നേക്കുമെന്ന സൂചനകൾ ശക്തമാക്കുന്നതാണ് ഈ പ്രതികരണവും ഈ പ്രസംഗവും. ശരി, അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ധനുഷിന്റെ പ്രസംഗമാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്നത്.